ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു മോശമായ മുഖമായി ജസ്വന്ത് ശർമ്മ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ ഇംപീച്ച് ചെയ്യാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കുറച്ച് ദിവസം മുൻപ് വലിയ വിവാദമുണ്ടായിരുന്നു. അത് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടതാണ്. അവസാനം ഒടുവിൽ ഇദ്ദേഹത്തെ ഇംപീച്ച്മെൻറ്റ് ചെയ്യുമോ? അപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് യശ്വന്ത് വർമ്മയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കത്തിയ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവമാണല്ലോ ഇതിന് ആധാരം. അത് സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന നിലയിൽ അവിടെ അഗ്നിബാധ ഉണ്ടാകുകയും അത് അണയ്ക്കാൻ വേണ്ടിയിട്ട് അഗ്നിരക്ഷാസേനയുടെ ഉദ്യോഗസ്ഥരവിടെ എത്തുകയും ചെയ്തു. അപ്പോഴാണ് സ്റ്റോർ റൂമിൽ ഈ പകുതി കത്തിയ നിലയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. വലിയ ഒരു ചാക്കുകെട്ടിലൊക്കെ ആയിട്ടാണ് നോട്ടുകെട്ടുകൾ സൂക്ഷിച്ചിരുന്നത് എന്ന് പറയുന്നു. ഇത് അഗ്നിരക്ഷാസേന അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ പോലീസിൻ്റെ വെളിപ്പെടുത്തലുണ്ടായി, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് വെളിപ്പെടുത്തലുണ്ടായി. 24 മണിക്കൂറിനകം പോലീസിനത് തിരുത്തേണ്ടി വന്നു. ഡൽഹി പോലീസിന് അത് മാറ്റി പറയേണ്ടി വന്നു. ഇതൊക്കെ നമ്മൾ പുറത്തു വന്ന വാർത്തകളാണ്. അങ്ങനെ യശ്വന്ത് വർമ്മയെ ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജായിരുന്നു, അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റി കൃത്യമായ ചുമതല നൽകാതെ സുപ്രീം കോടതി അദ്ദേഹത്തെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. ഇദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിൽ വന്നിട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ചുമതല നിർദ്ദേശിക്കാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ അങ്ങനെ തുടർന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണം, അന്വേഷണം വേണം, പുറത്താക്കണം തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾ ഉയർന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ഭരിക്കുന്ന പാർട്ടിയുടേതുൾപ്പെടെ ഈ വിഷയത്തിൽ യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണം എന്ന ആവശ്യം ഉയർന്നു. ഇപ്പം നമുക്കറിയാം, ഈ കേന്ദ്ര സർക്കാർ വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഈ കൊളീജിയം സംവിധാനത്തിനെതിരാണ്. കൊളീജിയം സംവിധാനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ളൊരു ആക്ഷേപം, അവിടെ ഈ ജഡ്ജിയായിരുന്ന ആളിൻ്റെ മക്കളും ബന്ധുക്കളും ഒക്കെ, വേണ്ടപ്പെട്ടവരൊക്കെ ജഡ്ജിയായിട്ട് വരുന്നു. അത് തീരുമാനിക്കുന്നത് ഈ സുപ്രീം കോടതി കൊളീജിയം സുപ്രീം കോടതിയിലേക്കും അതത് ഹൈക്കോടതികളിലേക്ക്, അവിടെ ഒരു കൊളീജിയം ഉണ്ടായി അതത് ഹൈക്കോടതികളിലേക്കും ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യുന്നു. ജഡ്ജിമാരുടെ പ്രൊമോഷൻ താഴെത്തട്ടിൽ മജിസ്ട്രേറ്റായി, പിന്നെ ജില്ലാ ജഡ്ജിയായി അങ്ങനെ ഉയർന്നു വരുന്നവരുണ്ട്. കൂടാതെ ഇത്തരത്തിൽ ജഡ്ജിമാരെ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് ഈ പറയുന്നത് പോലെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലല്ല എന്നും ഒക്കെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അവിടെ എല്ലാം സ്വജനപക്ഷപാതം നടക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാരമ്പര്യമായിട്ട് അച്ഛൻ ജഡ്ജി, മകൻ ജഡ്ജി, മകൻ്റെ മകൻ ജഡ്ജി, ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഇത് സുപ്രീം കോടതിക്കെതിരെയും മറ്റും ഇത്തരം ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കാൻ പാടില്ല. ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തണമെന്നൊരു പൊതു ആവശ്യം ജനങ്ങൾക്കിടയിൽ നിന്നും ഇടക്കാലത്ത് വലിയ രീതിയിൽ ഉയരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം. കാരണം നരേന്ദ്രമോദിയുടെ സർക്കാരിൽ നിന്ന് ജനം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ തീരുമാനിക്കുന്ന കൊളീജിയം മൊത്തത്തിൽ പൊളിച്ചെഴുതണമെന്ന് BJPക്ക് താല്പര്യമുണ്ട്. BJP അതിനുവേണ്ടി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ നേരിട്ട് സുപ്രീം കോടതിയുമായിട്ട് ഇക്കാര്യത്തിൽ ഒരു ഏറ്റുമുട്ടലിന് BJP പോകുന്നില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയും കാലം ഈ നീതിന്യായ വ്യവസ്ഥ മുന്നോട്ട് പോയത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ആക്ഷേപവും അതിനെതിരെയുള്ള ചില പ്രവർത്തനങ്ങളും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ സെൻസേഷണലാണ്. എപ്പോൾ വേണമെങ്കിലും ഇത് വലിയൊരു വിവാദമായി മാറാവുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് കേന്ദ്ര സർക്കാർ, BJP അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കോൺഗ്രസിനും മറ്റുള്ളവർക്കും ഒക്കെ എന്തും വിളിച്ചു പറയാം, അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ച് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെല്ലാവരും കുഴപ്പക്കാരാണെന്നും സുപ്രീം കോടതിയിൽ വരുന്ന വിധികൾ മുഴുവനും വിലക്കെടുക്കപ്പെട്ടതാണെന്നും ഒക്കെ പറയാൻ ബുദ്ധി ഉള്ള ആർക്കും, തലയ്ക്ക് സ്ഥിരതയുള്ള ആർക്കും അത് സാധിക്കില്ല. പിന്നെ സ്ഥിരതയില്ലാത്ത ആൾക്കാർക്കൊക്കെ എന്ത് വേണേൽ പറയാം. രാവിലെ ഒന്ന് പറയും, ഉച്ചയ്ക്ക് അത് മാറ്റി പറയും, വൈകിട്ടാവുമ്പം വേറൊന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ പറയാൻ സാധിക്കും, എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഈ കത്തിയ നോട്ട് കണ്ടെത്തി എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിപ്പോൾ സുപ്രീം കോടതി തന്നെ ആ കാര്യത്തിൽ ഈ ജഡ്ജിയെ സ്ഥലം മാറ്റിയതിലൂടെ ഭാഗികമായിട്ടെങ്കിലും അത് ശരിവച്ചിരിക്കുക. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ അന്വേഷണം വേണമെന്നും അത് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്നുമുള്ള ശക്തമായ സമ്മർദ്ദം
ഈ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുകളിൽ ഉണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം അടക്കമുള്ളവർ ധൈര്യം കാണിച്ചത്. അപ്പോൾ നമ്മുടെ നേരത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇരുന്ന സമയത്ത് രാജ്യസഭയിൽ പ്രതിപക്ഷം ഒരു ഇംപീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവന്നു. അത് ഭരണപക്ഷവുമായിട്ട് ആലോചിക്കാതെ ആ പ്രമേയം സ്വീകരിച്ചു എന്നുള്ളതാണ് ജഗദീപ് ധൻഖറിനെ കുറ്റപ്പെടുത്താൻ ഈ ഭരണകക്ഷി തയ്യാറാകുന്നത്. അവിടെ ഭരണപക്ഷവും കൂടി ഒന്ന് ആലോചിച്ച്, ഭരണപക്ഷത്തിനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ആ പ്രമേയം സ്വീകരിക്കാമായിരുന്നു. മറിച്ച് പ്രതിപക്ഷത്തിൻ്റെ പ്രമേയം ആദ്യമേ അങ്ങ് സ്വീകരിച്ചത് ശരിയായില്ല എന്നാണ് ഭരണപക്ഷത്തിൻ്റെ കാരണം ഇതൊരു പൊതുവായ ആവശ്യമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഇക്കാര്യങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രമേയം സ്വീകരിച്ചപ്പോൾ കൃത്യമായിട്ടും ഭരണപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായം ഉപരാഷ്ട്രപതി തേടണമായിരുന്നു. ഇത് ഞങ്ങളെ അപമാനിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന് ഭരണപക്ഷത്തിന് ആരോപിക്കാൻ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനുള്ളൊരു അവസരം ഉപരാഷ്ട്രപതി നൽകി എന്നുള്ളതാണ്. അപ്പോൾ അതേസമയം പാർലമെൻറ്റിലേക്ക് ഇത് വന്നപ്പോൾ അവിടെ സ്പീക്കർ വളരെ കൃത്യമായി നിലപാടെടുത്തു. ഇപ്പോൾ ഇത് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു, പ്രമേയം കൊണ്ടുവരാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ഒരുമിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ പ്രമേയം കൊണ്ടുവരും. ലോക്സഭയിലായിരിക്കും ആദ്യം പ്രമേയം കൊണ്ടുവരുന്നത്, ലോക്സഭയിൽ തുടർന്ന് രാജ്യസഭയിലേക്ക്. അപ്പോൾ ലോക്സഭയിൽ ഭരണപക്ഷമാണ് ഈ പ്രമേയം കൊണ്ടുവരുന്നതെങ്കിൽ രാജ്യസഭയിൽ ഒരുപക്ഷെ അവർ പ്രതിപക്ഷത്തിന് അവസരം കൊടുക്കും. കാരണം ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടർക്ക് യോജിപ്പുണ്ട്, ഈ പിന്നെ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു സമവായം അവിടെ സൃഷ്ടിക്കപ്പെടുകയും ആ സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഒരു പ്രമേയം വരുന്ന സ്വകാര്യ ബില്ലുകൾ വരാറുണ്ട് അല്ലേ. അതുപോലെ അതൊക്കെ വരുന്നത് സ്വകാര്യ ബില്ല് തന്നെ നേരത്തെ സ്പീക്കറിന് എഴുതി കൊടുത്ത് അതിന്മേൽ ചർച്ചയൊക്കെ നടത്തിയിട്ടാണ് സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അല്ല രാഷ്ട്രീയ കക്ഷികൾ കൊണ്ടുവരുന്നതാണെങ്കിൽ അത് കൃത്യമായിട്ടും അതിന് വിപ്പുണ്ടാകും. ആ വിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അതിന് സഭയ്ക്ക് സഭയുടേതായ നടപടിക്രമങ്ങളുണ്ട്. നമുക്കിപ്പോൾ നിയമസഭ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴും നമുക്കത് മനസ്സിലാവും. ആ നടപടിക്രമങ്ങളൊക്കെ അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ വെറുതെ വന്ന് ആർക്കും വന്ന് ഒരു കടലാസ് കൊടുത്ത് ഒരു ചോദ്യോത്തരം തന്നെ, ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, സബ്മിഷൻ ഉന്നയിക്കുന്നു, ഇതൊക്കെ കൃത്യമായ സമയം പറഞ്ഞിട്ടുണ്ട്. ചോദ്യോത്തര വേള, അതുപോലെ 0 അവർ ശൂന്യവേള, അടിയന്തര പ്രമേയം ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാവൂ. ഇങ്ങനെയൊക്കെ അടിയന്തര പ്രമേയത്തിന് നേരത്തെ നോട്ടീസ് കൊടുക്കണം. അപ്പോൾ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ ഈ അടിയന്തര പ്രമേയം ഇന്ന വിഷയത്തിൽ ഇന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയം തന്നിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ കക്ഷി അടിയന്തര പ്രമേയം തന്നിരിക്കുന്നു എന്ന് സ്പീക്കർ സഭയെ അറിയിക്കും. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് ഏത് വകുപ്പിനെ സംബന്ധിച്ച കാര്യമാണോ അടിയന്തര പ്രമേയത്തിൽ ഉന്നയിക്കുന്നത് ആ വകുപ്പിൻ്റെ മന്ത്രി അല്ലെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നിയമസഭാ സാമാജികൻ അതിന് ഉത്തരം പറയും. ഇത് ചർച്ചയ്ക്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് പറയും. ചർച്ചയ്ക്ക് എടുക്കണം എന്നാണെങ്കിൽ സ്പീക്കർ അതിനൊരു റൂളിങ് കൊടുക്കും. അതായത് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ചർച്ചയ്ക്ക് എടുക്കാം, ഭരണപക്ഷത്തുനിന്ന് ഇത്ര പേര് പ്രതിപക്ഷത്തുനിന്ന് ഇത്ര പേര് സംസാരിക്കും, ഇങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങളുണ്ട്. അല്ല അടിയന്തര പ്രമേയം തള്ളുകയാണ്, ഇത് ഈ കൺസേൺ മറുപടി ആരാണോ അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ ആളിൻ്റെ മറുപടി തൃപ്തികരമാണെങ്കിൽ അടിയന്തര പ്രമേയം നോട്ടീസ് തള്ളും. അപ്പോൾ പ്രതിപക്ഷം ഉടനെ ബഹളമായിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങളുണ്ട്. അതുപോലെ ഈ ഇംപീച്ച്മെൻറ്റിനുമൊക്കെ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. വെറുതെ വന്ന് ഒരു ദിവസം രാവിലെ നോട്ടീസ് കൊടുത്ത് ആരെങ്കിലും ഇംപീച്ച് ചെയ്യണം എന്നും പറഞ്ഞാൽ നടക്കത്തില്ല. അതിന് കൃത്യമായ പ്രഥമ ദൃഷ്ട്യാ തെളിവുകൾ വേണം, അതിന് ഒരു അടിസ്ഥാനം വേണം. ചുമ്മാ അങ്ങനെ ഇതൊന്നുമില്ല, ഇത്ര മെമ്പർമാർ ഒപ്പിട്ടിരിക്കണം പ്രമേയത്തിൽ എങ്കിലേ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെയാണ്. അത് ഇപ്പോൾ കിരൺ റിജിജു പറയുന്ന അനുസരിച്ചാണെങ്കിൽ പാർലമെൻറ്റിൽ ലോക്സഭയിലേക്കാണ് ആദ്യം പ്രമേയം കൊണ്ടുവരുന്നത്. അവിടെ പ്രമേയം ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കും. തുടർന്ന് രാജ്യസഭയിലും ആ പ്രമേയം അവതരിപ്പിക്കും. ഈ ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാസ്സാകണമെങ്കിൽ 4/3 ഭൂരിപക്ഷം വേണം. അങ്ങനെയൊക്കെ അതിന് ചട്ടമുണ്ട്. കൃത്യമായിട്ട് സഭയുടെ മൃഗീയ ഭൂരിപക്ഷം ഈ കാര്യത്തിൽ ആവശ്യമുണ്ട്. കാരണം സുപ്രീം കോടതി ജഡ്ജിക്കെതിരെ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിക്കെതിരെയാണ് ഇംപീച്ച്മെൻറ്റ് പ്രമേയം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെടും. നമുക്കറിയാം സുപ്രീം കോടതിയും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും
എക്സിക്യൂട്ടീവും കൃത്യമായിട്ട് 3 സ്വതന്ത്ര സംവിധാനങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പരസ്പരം അവർക്ക് പോരടിക്കാനോ ഈ വിഷയത്തിൽ കൊമ്പ് കോർക്കാനോ ഒന്നും സാധിക്കില്ല. അത്ര സുശക്തമായൊരു ഭരണഘടനയും ഭരണ സംവിധാനവുമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ലോക്സഭയിൽ ആ പ്രമേയം വരട്ടെ, വന്നതിന് ശേഷമേ നമുക്കതിൻ്റെ പുരോഗതി എന്താണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ പിന്നീട് രാജ്യസഭയിൽ പിന്നാലെ വരും എന്നാണ് ഇപ്പോൾ കിരൺ റിജിജു പറയുന്നത്. ആ രാജ്യസഭയിൽ എങ്ങനെ ഇത് വരും? അവിടെ പ്രതിപക്ഷമാണോ കൊടുക്കുന്നത്, അതോ അവിടെയും ഭരണപക്ഷം തന്നെ കൊടുക്കുമോ? അത് പ്രതിപക്ഷത്തു നിന്നാണെങ്കിൽ ഏത് കക്ഷിയായിരിക്കും, ഏത് കക്ഷിയുടെ മെമ്പറാണ്, അംഗമാണത് അവതരിപ്പിക്കാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ അറിയാനുണ്ട്. എന്തായാലും യശ്വന്ത് വർമ്മയുടെ കാര്യത്തിൽ ഒരു വലിയ വിവാദത്തിലേക്കാണ് വിഷയം പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇനി എത്ര കാലം ഇതൊക്കെ പറഞ്ഞ് സ്വയം ന്യായീകരിച്ച് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു നടപടി, പറയുന്നത് പോലെ ഇംപീച്ച്മെൻറ്റ് പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.